നിധി അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അമ്മയോട് വിളിച്ച് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് പോയിക്കോ. എനിക്കിവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല. എന്തിനാ വെറുതെ ഒറ്റ കേൾക്കുന്നേ? വീട്ടിൽ ചെല്ലാലോ. ഇതെന്താ? അരുണിൻ്റെ റിസപ്ഷൻ അല്ലേ, ഇന്ന് ഉതിർത്താൽ മതി. സാരിയോ? ഇഷ്ടമായോ? എനിക്കാണെങ്കിൽ ഇത് ഉടുക്കാനും അറിയില്ല. ഞാൻ തീരെ കംഫർട്ടബിളും അല്ല ഇതില്. ഇത് ഉടുക്കാൻ അറിയാത്ത എന്താ ഉള്ളത്? ആ ചേച്ചി, ഞങ്ങൾ ഇപ്പം ഇറങ്ങും. നിധി, നമുക്കൊരു മൂവിക്ക് പോവാം. ചേച്ചി അമ്മ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ റെഡിയാവും. ചെല്ലി ഇപ്പോൾ റെഡിയാവ്. ഹരി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോ. നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും എൻ്റെ അഭിപ്രായത്തിനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? നിധി, ഞാൻ വിചാരിച്ചത് നിനക്കതൊക്കെ ഇഷ്ടമാണെന്നുള്ളതാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ബട്ട് നീ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിൽ എൻ്റെ ഒപ്പീനിയൻ കൂടി നിനക്കൊന്ന് ചോദിച്ചൂടെ? ഇപ്പം ഇന്ന് തന്നെ ഞാൻ ജോലി കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചാൽ വന്നേ. നിനക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നെ അറ്റ്ലീസ്റ്റ് ആ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ എന്നോടൊന്ന് ചോദിച്ചൂടെ? എടോ, ഞാൻ ഒന്നും ചിന്തിച്ചില്ല. നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. രണ്ടാൾക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും. അങ്ങനെ ഇപ്പൊ ഹരിയുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം ഞാൻ ജീവിച്ചാൽ പിന്നെ അവിടെ എന്റെ ഇൻഡിവിജ്വാലിറ്റി ഹരി എന്ത് സ്പേസ് ആണ് തരുന്നത്? നിധി, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാ. നിനക്ക് എന്താ ഓർഡർ ചെയ്യണ്ടേ?